ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബൈനമാ റജുലുൻ റാകിബുൻ അലാ ബഖറത്തിൻ ഫദറബഹ. ഒരു മനുഷ്യൻ ഒരു പശുവിൻ്റെ പുറത്ത് സവാരി ചെയ്യുകയാണ്. ആ പശു നടക്കാൻ വേണ്ടിയിട്ട് അതിനെ ആ മനുഷ്യൻ അടിച്ചു എന്നാണ്. അതോടെ ഫൽതഫതത് ഇലൈഹിൽ ബഖറത്തു, ആ പശു ഈ മനുഷ്യനെ തിരിഞ്ഞു നോക്കി. ഫഖാലത്ത്, എന്നിട്ട് അത് പറഞ്ഞു എന്നാണ്, ഇന്നി ലം ഉഖ്ലഖ് ലിഹാദ വലാകിന്നി ഇന്നമാ ഖുലിഖ്തു ലിൽ ഹിറാസ. ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് സവാരി ചെയ്യപ്പെടുന്നതിന് വേണ്ടിയല്ല, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് കൃഷിക്ക് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ആളുകൾ അത്ഭുതത്തിൽ പറഞ്ഞു എന്നാണ്, സുബ്ഹാനല്ലാഹ് ബഖറത്തുൻ തതകല്ലം. അല്ലാഹു പരിശുദ്ധൻ, സുബ്ഹാനല്ലാഹ്, പശു സംസാരിക്കുകയോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്നി ഊമിനു ബിഹി വ അബൂബക്രിൻ വ ഉമർ, ഞാൻ അതിൽ വിശ്വസിക്കുന്നു, അബൂബക്കറും ഉമറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവ്വകാലത്ത് ഇസ്രായേല്യരിൽ സംഭവിച്ച ഒരു വൃത്താന്തം ഉദ്ധരിച്ചതിനെ കുറിച്ചാണ് ഇവിടെ പറയുകയുണ്ടായത്. ഞാനതിവിടെ ഉണർത്തിയത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മൃഗങ്ങളെയും ജീവികളെയും ഒക്കെ ഇവിടെ സൃഷ്ടിച്ചപ്പോൾ അതിൽ പലവിധ ഉപയോഗങ്ങളും ഉപകാരങ്ങളും ധർമ്മങ്ങളുമൊക്കെ മനുഷ്യർക്കുണ്ട്. അത് വലിയ ദൃഷ്ടാന്തമാണ് എന്ന് നമ്മൾ ഓർക്കുന്നതിന് വേണ്ടിയാണ്. യാത്രാമൃഗങ്ങളുടെ വിഷയത്തിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും അൻ തത്തഖിദു ദുഹൂറ ദവാബിക്കും മനാബിർ, മൃഗങ്ങളുടെ പുറം നിങ്ങൾ മിമ്പറുകളാക്കുന്നത് സൂക്ഷിക്കണം. ഫഇന്നല്ലാഹ ഇന്നമാ സഖറഹാ ലക്കും ലിതുബല്ലിഗകും ഇലാ ബലദിൻ ലം തകൂനു ബാലിഗീഹ്. അല്ലാഹു ഈ മൃഗങ്ങളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് നിങ്ങളെ ഒരു നാട്ടിൽ നിന്ന് മറുനാട്ടിലേക്ക് അവയെ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. ആ നാട് ലം തകൂനു ബാലിഗീഹി ഇല്ലാ ബിശിഖിൽ അൻഫുസ്, ശരീരം ക്ലേശപ്പെടുത്തിയിട്ടല്ലാതെ നിങ്ങൾക്ക് എത്താനാകാത്ത യാത്ര ദൂരമുള്ള നാടുകളിലേക്ക് നിങ്ങൾക്ക് സവാരി ചെയ്ത് എത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹു കാലികളെ കീഴ്പ്പെടുത്തി തന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അവയെ പ്രസംഗപീഠമാക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വജഅല ലക്കുമുൽ അർദ്, ഭൂമിയെ നിങ്ങൾക്ക് പ്രസംഗിക്കുവാൻ അല്ലാഹു ഇടമാക്കിയിരിക്കുന്നു. ഫഅലൈഹാ ഫഖ്ദു ഹാജതക്കും, അതുകൊണ്ട് ഭൂമിക്കുപരിയിൽ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം നിർവഹിക്കൂ. കാലികളെ ഇങ്ങനെ പ്രസംഗിക്കുവാൻ കയറി നിൽക്കാനുള്ള ഇടമാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇവിടെ ഉദ്ധരിച്ചത് ഈ ഒരു തിരുമൊഴി അല്ലാഹു സുബ്ഹാനഹു വ തആല കാലികളെയും ജീവികളെയും ഒക്കെ സൃഷ്ടിച്ചതിൽ മനുഷ്യർക്ക് പലവിധ മസ്ലഹത്തുകളുമുണ്ട് എന്നതിനെ വായിക്കുന്നതിന് വേണ്ടിയാണ്. സൂറത്തുൽ നഹ്ലിൽ അല്ലാഹു പറയുകയാണ്, വൽ അൻആമ ഖലഖഹാ ലക്കും ഫീഹാ ദിഫ്ഉൻ വ മനാഫിഉ വ മിൻഹാ തഅകുലൂൻ, കാലികളെ അല്ലാഹു നിങ്ങൾക്കായി സൃഷ്ടിച്ചിരിക്കുന്നു. ഫീഹാ ദിഫ്ഉൻ, ആ കാലികളിൽ നിങ്ങൾക്ക് തണുപ്പകറ്റാനുള്ള കമ്പിളിയുണ്ട്. വ മനാഫിഉ, പലവിധ ഉപകാരങ്ങളുമുണ്ട്. വ മിൻഹാ തഅകുലൂൻ, ആ കാലികളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നു. വലക്കും ഫീഹാ ജമാലുൻ ഹീന തുരീഹൂന വ ഹീന തസ്റഹൂൻ, ഈ കാലികളെ മേയാൻ വിടുന്ന സമയം, മേഞ്ഞ് കാലികളെ തിരിച്ച് കൂട്ടിൽ കയറ്റുന്ന സമയം നിങ്ങൾക്കതിൽ അവയിൽ കൗതുകങ്ങളുണ്ട്. നോക്കൂ, നിങ്ങൾ കേവലം ഭക്ഷിക്കാനും പാല് കുടിക്കാനും സവാരി ചെയ്യാനും രോമങ്ങൾ ഉപയോഗപ്പെടുത്താനും മാത്രമല്ല കാലികളുടെ കാഴ്ച തന്നെ കൗതുകവും ആസ്വാദനവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലക്കും ഫീഹാ ജമാലുൻ ഹീന തുരീഹൂന വ ഹീന തസ്റഹൂൻ, മേയാൻ വിടുമ്പോൾ തിരിച്ചു കൂടണയുമ്പോൾ കാലികളിലെ കൗതുകം. മനുഷ്യർക്ക് കാലികളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു ഗുണവും ഉപകാരവുമാണ്. അതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അപ്പോൾ കാലികളിൽ ദൃഷ്ടാന്തങ്ങൾ എത്രയെത്ര. അല്ലാഹു തുടർന്ന് പറയുന്നു, വതഹ്മിലു അസ്ഖാലക്കും ഇലാ ബലദിൻ ലം തകൂനു ബാലിഗീഹി ഇല്ലാ ബിശിഖിൽ അൻഫുസ്, ശരീരത്തെ ക്ലേശപ്പെടുത്തി പ്രയാസപ്പെടുത്തിയിട്ടല്ലാതെ നിങ്ങൾക്കെത്താൻ കഴിയാത്ത നാടുകളിലേക്ക് നിങ്ങളുടെ ഭാരം ചുമന്ന് സഞ്ചരിക്കുന്നവയാണ്, നിങ്ങളുടെ ഭാരം ചുമക്കുന്നവയാണ് കാലികൾ. ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം. എന്നിട്ട് തുടർന്ന് അല്ലാഹു പറയുകയാണ്, വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹാ വസീന വയഖ്ലുഖു മാ ലാ തഅലമൂൻ. വൽ ഖൈൽ, കുതിരകൾ, വൽ ബിഗാൽ, കോവർ കഴുതകൾ, വൽ ഹമീർ, കഴുതകൾ, ഇതിനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ലിതർകബൂഹ, നിങ്ങൾ അതിൽ സവാരി ചെയ്യുന്നതിന് വേണ്ടി. വസീനതൻ, നിങ്ങൾക്ക് അലങ്കാരവും ഭംഗിയും ഒക്കെ ആയിക്കൊണ്ട്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ വിഷയങ്ങളിൽ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ. മനുഷ്യനും മൃഗങ്ങളും എത്രമേൽ സുദൃഢ ബന്ധത്തിലാണുള്ളത് പല വിഷയങ്ങളിലും. ആ ബന്ധത്തിൽ മനുഷ്യൻ തിന്നുക, കുടിക്കുക, സവാരി ചെയ്യുക, ഉടുക്കുക തുടങ്ങിയുള്ള കേവല ഭൗതികമായ
ഉപകാരങ്ങൾ മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ഈ കാലികൾ ജമാലാണ്, ഇത് സീനത്താണ്, ഭംഗിയാണ്, അലങ്കാരമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുകയാണ്. കാലികളുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞു, വ ഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്ര നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. കാലികളിൽ തീർച്ചയായും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ആ കാലികളുടെ വയറ്റിൽ നിന്ന്, ഉദരങ്ങളിൽ നിന്ന്, രക്തത്തിൻ്റെയും കാഷ്ടത്തിൻ്റെയും ഇടയിൽ നിന്ന് നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുടിപ്പിക്കുന്നു. ലബനൻ ഖാലിസൻ സായിഗൻ ലിശ്ശാരിബീൻ. പാനം ചെയ്യുന്നവർക്ക് സുഖദായകമായ സ്വച്ഛമായ തെളിഞ്ഞ പാലിനെ. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ലഇബ്രതൻ എന്ന് പറഞ്ഞ് എണ്ണുന്ന മഹാദൃഷ്ടാന്തം അല്ലെങ്കിൽ മഹാദൃഷ്ടാന്തങ്ങൾ, ഇങ്ങനെ എത്രയെത്ര വചനങ്ങൾ നമ്മൾ വായിക്കുന്നു. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂത. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളെ വിശ്രമസ്ഥലങ്ങളാക്കിയിരിക്കുന്നു. വജഅല ലക്കും മിൻ ജുലൂദിൽ അൻആമി ബുയൂത. കാലികളുടെ തോലുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വീടുകളെയും നിശ്ചയിച്ചിരിക്കുന്നു. തീർന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തസ്തഖിഫൂനഹാ യൗമ ദഅനികും വയൗമ ഇഖാമതികും. നിങ്ങൾ യാത്ര ചെയ്യുന്ന കാലത്തും നിങ്ങൾ യാത്ര ചെയ്ത് താവളമടിക്കുന്ന സമയത്തും ഈ തോലുകൊണ്ടുള്ള കൂടുകളെ, വീടുകളെ യഥേഷ്ടം നിങ്ങൾ ഉപയോഗിക്കുന്നു. വമിൻ അസ്വാഫിഹ വ ഔബാരിഹ വ അശ്ആരിഹ അസാസൻ വ മതാഅൻ ഇലാ ഹീൻ. ചെമ്മരിയാടുകളുടെ രോമങ്ങൾ, ഒട്ടകങ്ങളുടെ പൂടകൾ, അതേപോലെ കോലാടുകളുടെ രോമങ്ങൾ, കാലികളുടെ മുടികൾ, പൂടകൾ, രോമങ്ങൾ, അതിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗങ്ങളും ഉപകരണങ്ങളെയുമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ ഈ വചനത്തിൽ പറയുന്നത്. സഹോദരന്മാരെ, സഹോദരികളെ, നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിക്കുപരിയിൽ വിന്യസിപ്പിച്ച, പ്രചരിപ്പിച്ച ജീവജാലങ്ങളിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എത്രയെത്ര വായിക്കാനുണ്ട്. അതിനെക്കുറിച്ച് വായിക്കുവാനുള്ള ചില വചനങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇവിടെ ഉണർത്തുന്നത്.